ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോട് തന്നെ തുറന്നുള്ള അല്പസമയങ്ങൾ നാം ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് പകൽ നമ്മോട് സംസാരിപ്പാനുള്ള ദൈവത്തിൻ്റെ ആലോചന വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിച്ച് വചനത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ വചന ശുശ്രൂഷയും മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് വേഗത്തിൽ വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദാവീദ് ഏതോ ഒരു കഷ്ടത്തിൻ്റെ സാഹചര്യത്തിൽ എഴുതിയ സങ്കീർത്തനം എന്ന് അത് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഇറങ്ങുന്നില്ല. വേഗത്തിൽ ഒരു ചിന്ത കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സങ്കീർത്തനവുമായി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടതായ ഒരു ചിന്തയിലേക്ക് ദൈവമക്കൾ ശ്രദ്ധ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മതി. അവിടെ വായിച്ചത് യഹോവ പീഡിതന് ഒരഭയസ്ഥാനം. കഷ്ടകാലത്ത് ആരാ പീഡിതൻ? ഇംഗ്ലീഷിലൂടെ ആ വാക്യം ഒന്ന് വായിക്കാം. വേഴ്സ് 9. അവിടെ വായിച്ചത് ഒപ്രസ്ഡ്, അടിച്ചമർത്തപ്പെട്ടവർക്ക്. മറ്റു ചില ട്രാൻസ്ലേഷനിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക്, വേദന അനുഭവിക്കുന്നവർക്ക്. ഇതെല്ലാം കൂടെ പര്യായ പദങ്ങളാണ്. നമുക്കൊരുമിച്ച് ആ ചിന്തയിലേക്ക് കയറി വരാൻ പോവുകയാണ്. കർത്താവ് യഹോവ പീഡിതന്, ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ അവർ അടിച്ചമർത്തപ്പെട്ടവർ, ഒതുക്കപ്പെട്ടവർ, അഥവാ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടം അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെ എല്ലാം കൂടെ എടുത്തു ചേർത്ത് ഒരൊറ്റ വാക്ക് പറയുകയാണ്, ഇങ്ങനെയുള്ളവർക്ക് യഹോവ ഒരഭയസ്ഥാനമാണ്. പീഡിതന് ഞാൻ പറഞ്ഞല്ലോ, അത് രോഗമാകാം, മാനസിക സംഘർഷങ്ങളാകാം, ഏതെങ്കിലും തരത്തിൽ അവരെ മുന്നോട്ട് വരാൻ കഴിയാതെ തടയുന്ന ചില ശക്തികളാകാം, എന്തുമാകട്ടെ. അങ്ങനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് സന്തോഷത്തോട് വിളിച്ച് പറയാൻ കഴിയും, ഇന്നാരും ഒന്നും എനിക്ക് അഭയം തന്നില്ലെങ്കിലും യഹോവ എൻ്റെ അഭയമാണ്. ദൈവമൊക്കെ വലിയ ഉറപ്പുണ്ടാകണം. ഞാൻ വീണ്ടും പറയുന്നു, കഷ്ടം അനുഭവിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ, നീ എവിടെയെങ്കിലും ഒതുക്കപ്പെട്ടു, എൻ്റെ വളർച്ചയാരോ തടഞ്ഞു, എന്നെ മുന്നോട്ട് വിടത്തില്ല, സാമ്പത്തികമായി ഒരു നിലവാരത്തിലും എന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് ഏതൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നോ അവിടെ വിളിച്ചു പറഞ്ഞോണം, അങ്ങനെയുള്ളവർക്ക് എൻ്റെ ദൈവം അഭയമാണ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ വേദനയുടെ നടുവിൽ, ഈ കഷ്ടതയുടെ നടുവിൽ എനിക്ക് അഭയമായിട്ട് കർത്താവുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ വേദന അനുഭവിക്കുന്ന വ്യക്തി പറയണം, മറ്റാരേക്കാൾ എൻ്റെ കർത്താവ് എൻ്റെ അടുത്തുണ്ട്. 46-ാം സങ്കീർത്തനം നമുക്കറിയാമല്ലോ, 1-ാം വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും. അടുത്ത വാക്ക് കഷ്ടങ്ങളിൽ. അപ്പം കർത്താവ് ഏറ്റവും അടുത്ത് വരുന്ന എപ്പോഴാണ്? കഷ്ടങ്ങളിലാണ്. എൻ്റെ കഷ്ടത്തിൽ എൻ്റെ തൊട്ടരികിൽ, എൻ്റെ കയ്യകലത്ത് എൻ്റെ കർത്താവുണ്ട്. ആ ബോധ്യം നമുക്കുണ്ടാകണം. അഭയസ്ഥാനമായി എന്നെ സഹായിപ്പാൻ എൻ്റെ കർത്താവുണ്ട്. നമുക്കറിയാം, മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച പത്രോസിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണെങ്കിൽ ഇതോടെ ചേർത്തൊന്ന് വെച്ചോട്ടെ ആ വാക്കം. യേശുവിൻ്റെ വിളി കേട്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി താണ് തുടങ്ങിയപ്പോൾ, മുങ്ങിയില്ല, തുടങ്ങിയതേ ഉള്ളൂ. അഭയമായിട്ട് ആര് കൂടെ ഉണ്ട്? ആ കഷ്ടത്തിൽ യേശു തൻ്റെ തൊട്ടരികിലുണ്ട്. ആ വാചകം നമ്മൾ വായിക്കുന്നത്, യേശു ഉടനെ കൈ നീട്ടി പത്രോസിനെ പിടിച്ചു. ആ കഷ്ടത്തിൽ യേശു കയ്യകലത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കൾ ധൈര്യത്തോടെ പറയണം, ഞാനൊരു കഷ്ടതയിലൂടെ, പീഡയിലൂടെ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നെങ്കിൽ എൻ്റെ കയ്യകലത്ത്, എൻ്റെ അഭയസ്ഥാനമായിട്ട് എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ജീവിതം ധന്യമാകും. നമുക്ക് അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വേഗത്തിൽ ആ ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടു? 2 ചിന്തകൾ ദൈവമക്കളുടെ പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ ചില പരാജയങ്ങൾ കൊണ്ട്, അഥവാ ദൈവത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട്, അനുസരിക്കാത്തത് കൊണ്ട്. പ്രാരംഭത്തിൽ ആ ചിന്തയിലേക്ക് ദൈവമക്കൾ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്.
എന്തുകൊണ്ടാണ് ഒരു ദൈവ പൈതൽ പീഡിപ്പിക്കപ്പെടുന്നത്? ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചോളൂ. ആ ആ ആ മതി. ആ ഭാഗത്ത് നമ്മൾ വായിച്ചത് ശ്രദ്ധിച്ചല്ലോ. കുരുടൻ അന്നോട് വായിച്ചില്ല ഭാഗം. കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ. അവിടെ ആദ്യം ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞു വിടാം. കണ്ണ് കാണാത്തൊരു വ്യക്തി ഇരുട്ടത്ത്, അയാൾക്ക് കണ്ണ് കാണത്തില്ല, പോരെങ്കിൽ ഇരുട്ടുമാണ്. പകൽ വെളിച്ചത്തിൽ കണ്ണ് കാണാത്തവനും എന്തോ ഒരു ചെറിയ നേരിയ വെളിച്ചമെങ്കിലും കാണാം. ഇതിപ്പം രാത്രിയാണ്, കണ്ണ് കാണത്തില്ല. തപ്പി നടക്കുന്നത് പോലെ ഉച്ച സമയത്ത് തപ്പി നടക്കും. വായിച്ചോ അടുത്ത്. പോകുന്നിടത്തൊന്നും ഗുണം വരത്തില്ല. നീ എപ്പോഴും പീഡിതനായിരിക്കും. ഇനിയും അതിൻ്റെ 33-ാം വാക്യം കൂടെ വായിച്ചോളൂ, അതിനുശേഷം ഞാൻ വിശദീകരിക്കാം. മതി. ഇവിടെ പീഡിതൻ എന്തുകൊണ്ട് പീഡ അനുഭവിച്ചു? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ 14 വാക്യം വായിക്കും. അത് മുഴുവൻ എന്താ? 15 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാറുണ്ടോ? നമുക്കാർക്കും അത് കേൾക്കണ്ടല്ലോ. നമുക്ക് വേണ്ടതെന്തോ? പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ മാവ് കുഴയ്ക്കുന്ന കൊട്ട, തൊട്ടി, കന്നുകാലി, ഇതെല്ലാം. എന്നാൽ ഈ 15-ൻ്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചു. 22-ൻ്റെ 15. മതി. ദൈവമക്കൾ ഈ ഭാഗം കൂടെ ഒന്ന് വായിക്കുന്നതല്ല. നമ്മൾ 1-ാം വാക്യം വായിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ ഒന്ന് വായിച്ചേരെ. 1-ാം വാക്യം. മതി. ആ ഭാഗത്ത് വായിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ എനിക്ക് കിട്ടുന്ന അനുഗ്രഹം. ഞാൻ ആ ഭാഗത്തെ ഒന്നുകൂടെ ഒന്ന് ഓർത്തോട്ടെ. നമ്മൾ ആ ഭാഗം, അതിൻ്റെ എത്ര വാക്യമുണ്ട്? 69 വാക്യമുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ദൈവത്തെ അനുസരിക്കുന്നവന് കിട്ടുന്ന അനുഗ്രഹത്തെ 14 വാക്യത്തിൽ നിർത്തി. അനുസരിക്കാത്ത വരുന്ന ശാപം എത്ര ഉണ്ട്? മക്കളെ ഒന്ന് കൂട്ടിയേച്ച് പറഞ്ഞേ. ഇവിടെയൊക്കെ ഉണ്ടോ നിങ്ങൾ? എത്ര വാക്യമാണ് ശാപത്തിൻ്റെ? മാത്സും പഠിപ്പിക്കാം. 69 മൈനസ് 14. പെട്ടെന്ന് പറ. യെസ്. അങ്ങനെയെങ്കിൽ ഞാൻ വേഗത്തിൽ പറഞ്ഞോട്ടെ. 14 വാക്യത്തിൽ ദൈവത്തെ അനുസരിക്കുന്നവന് കിട്ടുന്ന അനുഗ്രഹം പറഞ്ഞപ്പോൾ 55 വാക്യത്തിൽ അനുസരിക്കാത്തവന് കിട്ടുന്ന ശാപമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, അനുസരിക്കുന്നവന് അനുഗ്രഹം ഉണ്ട്, ഉറപ്പാ, 100% ഗ്യാരൻറ്റീഡാ. എന്നാൽ അനുസരിച്ചില്ലെങ്കിൽ എന്തോ ഉണ്ട്? ശാപമുണ്ട്. ശാപം മുറിക്കുന്ന ശുശ്രൂഷ ഒന്നുമല്ല. ശാപം മുറിക്കുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മൾ അതേക്കുറിച്ചൊക്കെ ഓർത്തോണം. വചനം അനുസരിച്ചാൽ ശാപം മുറിഞ്ഞോളുമല്ലോ. അതിന് പ്രത്യേകിച്ച് മുറിക്കാനൊന്നും പോകണ്ട, വചനം അനുസരിച്ചാൽ മതി. ഈ 55 വാക്യങ്ങളിൽ ശാപമാണ് പറഞ്ഞേക്കുന്നത്. 15-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നടക്കാഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ഓർക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ദൈവം തന്നത് എന്തിനാ? പ്രമാണിച്ചു നടക്കാനാ. സാരമില്ല, ഇതെല്ലാം കൂടെ എന്നെ കൊണ്ട് പാലിക്കാൻ പറ്റത്തില്ല, എനിക്കിതെല്ലാം കൂടെ അനുസരിക്കാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ അല്പാൽപ്പമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ഞാൻ പീഡിപ്പിക്കപ്പെടും, ഞാൻ കഷ്ടം അനുഭവിക്കും. അത് ദൈവഹിതപ്രകാരമല്ല. അല്പം ഇറങ്ങി അങ്ങ് പറഞ്ഞോട്ടെ, എൻ്റെ കയ്യിലിരിപ്പുണ്ട്. നമ്മൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ചില കഷ്ടതകൾ, ചില പീഡകൾ എന്തുകൊണ്ടാ കർത്താവേ എന്ന് ദൈവത്തോട് ചോദിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും മറുപടി തരും.
ഇവിടെ രണ്ട് ഭാഗത്ത് നമ്മൾ പീഡിതരെ കണ്ടു. ഈ പീഡിതർ, ഈ കഷ്ടം അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, ഇത് അനുഭവിക്കേണ്ടി വന്നത് അവർ വചനം അനുസരിച്ചില്ല. ഞാൻ വീണ്ടും മടങ്ങി വന്നോട്ടെ, വചനം അനുസരിക്കാമോ? ഇതെല്ലാം അങ്ങ് മാറിക്കിട്ടും. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ ദിവസങ്ങളിൽ വചനത്തെ അതുപോലെ അനുസരിപ്പാൻ, അല്പം പോലും വെള്ളം ചേർക്കാതെ കർത്താവെ വചനം അതേപടി അനുസരിപ്പാനായിട്ട് എനിക്ക് കൃപ തരണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടണമെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാത്തവർക്ക് ഈ ശിക്ഷ കൊടുക്കാതിരിക്കാനും ദൈവത്തിന് പറ്റത്തില്ല. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പീഡ അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് ഞാൻ എന്നെ പരിശോധിച്ചോണം. ഇത് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, മറ്റെങ്ങോട്ടും വിരൽ ചൂണ്ടരുത്, എന്നിലേക്ക് വിരൽ ചൂണ്ടിയേക്ക് ചോദിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നെങ്കിൽ ഇതിൻ്റെ കാരണം എന്ത് എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ, ഒരുപക്ഷെ ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാത്തതാണെങ്കിൽ ദൈവം ബോധ്യം തരുന്നെങ്കിൽ പ്രമാണിക്കുക. ഇനിയും ദൈവഹിത പ്രകാരമാണെങ്കിൽ അതിന് സ്തോത്രം ചെയ്യാനും തയ്യാറാവുക. തൽക്കാലം ആ ഭാഗം വിട്ടിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് വന്നിട്ട് 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 12-ാമത് വാക്യം. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 12. മതി. അവിടെ വായിച്ചത് ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം. ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം സമാന വാക്കുകളാണ്. പീഡ, അടിച്ചമർത്തൽ, ഉപദ്രവം, കഷ്ടത, ഇതെല്ലാം ഒരു പര്യാപദങ്ങളായിട്ട് വരും. അങ്ങനെയെങ്കിൽ പീഡിതന് ദൈവം അഭയസ്ഥാനമാണെന്നാണ് നമ്മൾ വായിച്ചത്. അങ്ങനെയെങ്കിൽ 2-ാം ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. ആർക്ക് പീഡ വരും? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചവർക്കെല്ലാം ഉണ്ട് പ്രശ്നം. വേദപുസ്തകം ഉടനീളം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കർത്താവിന് വേണ്ടി ഭക്തിയോട് ജീവിക്കാൻ ജീവിച്ചവർക്കെല്ലാം പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കുടുംബങ്ങളെ എടുത്ത് നോക്ക്, വ്യക്തികളെ എടുത്ത് നോക്ക്. അവർക്കിഷ്ടമുള്ള വഴിയിലൂടെ പോയ പലരും ഒരു പ്രശ്നവുമില്ലാതെ പോയപ്പോഴും ഏറ്റവും അധികം പ്രശ്നം അനുഭവിച്ചത് ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് തിരിച്ചറിയണം, ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിച്ച എന്തുണ്ട്? ഉപദ്രവമുണ്ട്. കാരണം ലോകം എൻ്റെ കർത്താവിന് കൊടുത്തതെന്താ? ഒരു മുൾക്കിരീടമാണ്. ഒരു പാട്ടുണ്ടല്ലോ, നാഥന് മുൾമുടി നൽകിയ ലോകമേ. ഈ ലോകം എനിക്ക് പേര് തരുമ്പോൾ നമ്മളെന്തോ പറയണം? എൻ്റെ നാഥന് മുൾമുടി നൽകിയെങ്കിൽ ലോകമേ നീ മുൾമുടി തന്നോ, ഞാൻ എടുത്തോളാം, എൻ്റെ നാഥനോടൊപ്പം ഞാൻ ചേരുക. എൻ്റെ നാഥന് മുൾമുടി നൽകിയ ലോകം എനിക്ക് കിരീടമാതിരുന്നെങ്കിൽ സൂക്ഷിച്ചോണം, എന്നെ മാനിക്കാനല്ല, എന്നെ തകർക്കാനാണ്, എൻ്റെ നിത്യത നഷ്ടപ്പെടുത്താനാണ് പിശാചിൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമക്കൾ അതിൽ നിന്ന് വഴുതി മാറിക്കോണം. ഞാൻ മുന്നോട്ട് പോകുന്നു. ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പ്രശ്നമുണ്ട്. ഒന്ന്, ഭക്തിയോട് ജീവിക്കാൻ നമുക്കറിയാമല്ലോ, ഓരോ കുടുംബങ്ങളെ എടുത്ത് വെച്ച് നോക്കിയാൽ മതി. യാക്കോബിൻ്റെ കുടുംബത്തിൽ ഭക്തിയോട് ജീവിച്ചത് ജോസഫാ. കഷ്ടം അനുഭവിച്ചത് ആരാ? ജോസഫ്. ഇശായിയുടെ ഭവനത്തിൽ ഭക്തിയോട് ജീവിച്ചത് ദാവീദ. കൂടുതൽ അലയേണ്ടി വന്നത് ദാവീദ. അപ്പോൾ ന്യായമായ ഒരു ചോദ്യം, ചിന്തകളൊക്കെ മനസ്സിലൂടെ കടന്നു വരാം. അങ്ങനെയെങ്കിൽ ഭക്തി ഇല്ലാതെ ജീവിക്കുന്നതല്ലേ നല്ലത്? ആന്നു തുടക്കത്തിൽ. പക്ഷെങ്കിൽ അവസാനം നമ്മൾ ഓർത്ത് നോക്കണം, ഭക്തിയോടെ ജീവിച്ച ജോസഫ് അല്ലേ ആ വീട്ടിൽ ഉയർത്തപ്പെട്ടത്? ഭക്തിയോടെ ജീവിച്ച ദാവീദല്ലേ ആ വീട്ടിൽ ഉയർത്തപ്പെട്ടത്? അങ്ങനെയെങ്കിൽ ഭക്തിയോട് ജീവിക്കുമ്പോൾ ചില കഷ്ടതകൾ, വേദനകൾ, പീഡകളൊക്കെ കടന്നു വന്നാലും ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞോണം, ഞാൻ ഭക്തിയോട് ജീവിച്ചാൽ എനിക്കുണ്ടാകുന്ന പ്രശ്നത്തിന്റെ പിന്നാൽ ദൈവം ചിലത് കണ്ടിട്ടുണ്ട്. എന്നെ ഉയർത്തുന്നൊരു ദിവസമുണ്ട്, എന്നെ മാനിക്കുന്നൊരു സമയമുണ്ട്. അതുകൊണ്ട് കർത്താവേ, എന്തു വന്നാലും ഞാൻ ഭക്തിയോട് ജീവിക്കും. ഭക്തിയോട് ജീവിക്കുന്നവർക്ക് പീഡയുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളവർക്കും ചില പീഡകളുണ്ട്. പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വന്നിട്ട്, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളെല്ലാം കൂടെ അങ്ങ് വായിച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കൊന്ന് അത് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ആ ആ ആ അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന്
വോയിച്ചു. മതി. ആ ഭാഗത്ത് നമുക്കറിയാം അബ്രഹാമിൻ്റെ സന്തതി പരമ്പര. ഇവരിപ്പോൾ എന്തോ അനുഭവിക്കുക? പീഡ അനുഭവിക്കുക. വാഗ്ദത്തമുള്ളവരല്ലേ? അബ്രഹാമിൻ്റെ അനുഗ്രഹം തലമുറയ്ക്കുണ്ട്. 1000 തലമുറ വരെ അനുഗ്രഹിക്കാമെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹിതനായ, ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ള അബ്രഹാമിൻ്റെ സന്തതി പരമ്പര ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താ? പീഡയാണ്. ഓർക്കണം, വാഗ്ദത്തമുള്ളവർക്കും എന്തോ ഉണ്ട്? പീഡയുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇത് നമ്മൾ തിരിച്ചറിയണം. ഞാനിന്ന് അനുഭവിക്കുന്ന വേദന വാഗ്ദത്തമുള്ള വ്യക്തിക്ക് അനുഭവിക്കുന്ന വേദനയാണെങ്കിൽ സ്തോത്രം പറ. എനിക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തം തലമുറ തലമുറയായി ഞങ്ങളുടെ മേലുണ്ട്. എന്നാൽ ഇന്നും ഞാൻ ചില വേദനകൾ അനുഭവിക്കുന്നെങ്കിൽ ഓർക്കുക, ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളവർ ഈ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കാൻ ശത്രു തരുന്ന ചില പീഡകളാണ്. ഇതിൻ്റെ നടുവിൽ പതറിപ്പോകരുത്. അവിടെ ഒരു പ്രത്യേക പദം കൂടെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. 12-ാം വാക്യത്തിൽ എന്നാൽ മതി. ദൈവമക്കൾ ഓർത്തോണം, ദൈവജനത്തിന് നേരെ പീഡകൾ വർദ്ധിക്കും തോറും, ഇവിടെ ജനസംഖ്യാ വർധനവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ആത്മീയർത്ഥത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, പീഡ അനുഭവിക്കും തോറും ആത്മീകമായി വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടിരുന്നതാണ്. കാരണം ഞാൻ വാഗ്ദത്തമുള്ള വ്യക്തിയാണ്. ഇന്ന് പകൽ ഉറപ്പിച്ച് പറയണം, വാഗ്ദത്തമുള്ള എൻ്റെ നേരെ ചില ശത്രു ചില പീഡകൾ അഴിച്ചുവിടുമ്പോൾ, ചില കഠിന ശോധനകൾ അഴിച്ചുവിടുമ്പോൾ, എൻ്റെ ജീവിതം പോലും കൈപ്പാക്കുമ്പോൾ, വായിച്ച് അവസാനിപ്പിച്ച ഭാഗം അങ്ങനെയാണല്ലോ, അവരുടെ ജീവിതം, അവരുടെ ജീവനെ അവർക്ക് കൈപ്പാക്കി മാറ്റുമ്പോൾ ഓർത്തോണം, ഇതിന്റെ നടുവിൽ കർത്താവേ ആത്മീയമായി വർദ്ധിച്ചു വരാനുള്ള കൃപ എനിക്ക് തരണമേ. എന്നോട് പറയുന്നു, തളർന്നു പോകല്ലേ, തകർന്നു പോകരുത്, മടുത്തു പോകരുത്. പകരം പറ, ഇതിന്റെ നടുവിൽ ഞാൻ വാഗ്ദത്തമുള്ള വ്യക്തി ആയതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ വളരും, ഞാൻ ഉയരും. ധൈര്യത്തോടെ വിളിച്ചു പറ, കർത്താവേ എന്റെ മേലുള്ളൊരു വാഗ്ദത്തമുള്ളത് കൊണ്ട് എനിക്ക് തളരാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വാഗ്ദത്തം വിളിച്ചു പറഞ്ഞു. ഇനി ഞാൻ അടുത്ത ഭാഗം പറഞ്ഞു മുന്നോട്ട് വേദത്തിന്റെ വാക്ക് അവസാനിപ്പിക്കാം. ഈ വാഗ്ദത്തമുള്ളവർക്ക് പീഡയുണ്ട്. പക്ഷെങ്കിൽ ഈ പീഡകൾക്കൊക്കെ ഒരു സമയപരിധിയുണ്ട്. ജീവിതകാലം മുഴുവൻ, എൻ്റെ ആയുസ് മുഴുവൻ, എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ ഈ പീഡ അനുഭവിച്ചുകൊണ്ട് കിടക്കേണ്ടി വരത്തില്ല. 3-ാം അധ്യായത്തിലേക്കൊന്ന് വരാമോ? 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. 7-ാം വാക്യം വായിച്ചാലും മതിയാകും. ആദ്യം അത് മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ. 8-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് മാത്രം ഞാനൊന്ന് വായിക്കുന്നു. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നതാണ്. അവിടെ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രാരംഭത്തിലുണ്ട്, മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് ഇനി ലാസ്റ്റ് പാർട്ടിലേക്ക് വന്നാലും മതി. എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ. അങ്ങനെയെങ്കിൽ ഓർത്തോണം, ഈ പീഡ അനുഭവിക്കും തോറും വർദ്ധിച്ച് വർദ്ധിച്ച് വന്നാൽ ഇതിൻ്റെ ക്ലൈമാക്സിലെത്തുമ്പോൾ കർത്താവ് ഇറങ്ങി വരും. എൻ്റെ സങ്കടം കേട്ട്, എൻ്റെ കഷ്ടത അറിഞ്ഞ്, എൻ്റെ നിലവിളി കേട്ട് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഉറപ്പായിട്ട് പറയണം, എൻ്റെ സങ്കടം മറ്റാരും കേൾക്കുന്നില്ലെങ്കിലും, എൻ്റെ കഷ്ടത മറ്റാരും അറിയുന്നില്ലെങ്കിലും, എൻ്റെ നിലവിളി എങ്ങും എത്തുന്നില്ലെങ്കിലും എൻ്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ കഷ്ടത കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ സങ്കടം അറിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. ഇന്ന് പകൽ ധൈര്യത്തോടെ ദൈവമക്കൾ വിളിച്ചു പറഞ്ഞാട്ട്, എൻ്റെ സങ്കടം അറിഞ്ഞ് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, എൻ്റെ പീഡയിൽ നിന്ന് എന്നെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ ഇറങ്ങി വരുന്നൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. അല്പകാലത്തേക്ക് വാഗ്ദത്തമുള്ള ഞാൻ ചിലപ്പോൾ കഷ്ടത അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവം എനിക്കുണ്ട്. ഈ ദൈവം ഇറങ്ങി വന്ന് ഇവരെ വിടുവിക്കുമ്പോൾ അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ പീഡിപ്പിച്ചവരെ കർത്താവ് എന്തോ ചെയ്യും? നമുക്കതിൻ്റെ 1-2 വാക്യം കൂടെ ഞാൻ വേഗത്തിൽ ഓർപ്പിച്ച് മുന്നോട്ട് പോകാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇവരെക്കുറിച്ച് പറയുമ്പോൾ, ഈ പീഡ അനുഭവിക്കുന്ന
അതിനു മുമ്പ് ഒരു വാക്യം ഒന്ന് വായിക്കാമോ? 22-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നിട്ട് ഈ പീഡിപ്പിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് നമ്മളോട് ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 21, 22, 23 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. പരദേശിയെ പീഡിപ്പിക്കരുത്. ആ ആ മതി. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യം. വായിച്ചത് ഇങ്ങനെയാണ്: പരദേശിയെ പീഡിപ്പിക്കരുത്. വല്ലയിടത്തുനിന്ന് വന്ന് പാർക്കുന്നവൻ, സ്വന്തം ദേശക്കാരനല്ല. ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം കൊടുക്കുമ്പോൾ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ പരദേശി എന്ത് ചെയ്യല്ലേ, പീഡിപ്പിക്കരുത്. 2-3 കൂട്ടരെ അവിടെ പറഞ്ഞേക്കുന്നത്. അടുത്തത് ആ ആ വിധവയെയും അനാഥനെയും നിങ്ങൾ, വളരെ ഗൗരവത്തോടെ നമുക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ വിഷയത്തിൽ നിന്ന് അല്പം ഒന്ന് മാറുന്നെങ്കിലും അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. പരദേശി, വിധവ, അനാഥൻ, ചോദിക്കാനും പറയാനും ആളില്ലാത്തവരാ. ഇവരെ എന്ത് ചെയ്യരുത്, ക്ലേശിപ്പിക്കരുത്. എന്നാൽ ലോകത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ചോദിക്കാനും പറയാനും ആളില്ലാത്തവരോട് ആർക്കും എന്തും ആകാം. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി കഷ്ടം അനുഭവിക്കുന്നു. ചോദിക്കാനും പറയാനും ആളില്ല എന്ന ധാരണയിൽ. പക്ഷെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. ചോദിക്കാനും പറയാനും ആളുണ്ട്. ചോദിക്കേണ്ട സമയത്ത് കർത്താവ് ചോദിച്ചോളൂ. പക്ഷെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെയുള്ളവരെ പീഡിപ്പിക്കരുത്. നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ഒക്കുന്നിടത്ത് ഒപ്പിക്കുക. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭവനത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരാൾ ആ വർക്ക് ഏറ്റെടുത്തു. എന്നാൽ ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല. ഭർത്താവ്, ഭാര്യ, 2 മക്കൾ, 4 പേരും സംസാരശേഷിയില്ലാത്തവരാണ്. അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ആക്ഷനാണ്. പിന്നെ മൊബൈൽ അവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്നതുകൊണ്ട് പലതും എഴുതി കാണിക്കും. ആ വീടിൻ്റെ പണി ആരംഭിച്ചപ്പോൾ ആ പണി ഏറ്റെടുത്ത ആളിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇദ്ദേഹം അത്ര ശരിയല്ല ആൾ. അദ്ദേഹത്തിൻ്റെ മുഖവും ഭാവവും രീതിയൊക്കെ കണ്ടപ്പം പ്രാർത്ഥിച്ച് പോരാൻ നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവർക്കും സംസാരിക്കാൻ അറിയത്തില്ല. നിങ്ങൾ നന്നായിട്ട് പണിതില്ലെങ്കിൽ തിരിച്ചിവരൊന്നും പറയത്തില്ല. ഇവർക്ക് പറയാൻ അറിയുന്നവൻ നിന്നോട് നല്ല വർത്തമാനം പറയും. അതുകൊണ്ട് ഇവരുടെ അടുക്കൽ നീ കളിപ്പിക്കരുത്, ഭംഗിയായിട്ട് ചെയ്യണം. ആയിക്കോട്ടെ പാസ്റ്ററെ, ഞാൻ കളിപ്പിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ പോയെങ്കിലും ഇവരെ ഭംഗിയായിട്ടവൻ ചതിച്ചു. ചോദിക്കാനൊക്കത്തില്ലല്ലോ, പറയാൻ അറിയത്തില്ലല്ലോ. അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവർ പണിയുമ്പോൾ അദ്ദേഹത്തിന് ചേർക്കേണ്ട പലതും അദ്ദേഹം ചേർക്കുന്നില്ല. പക്ഷെങ്കിൽ ചോദിക്കാൻ പറയാൻ വയ്യാത്തത് കൊണ്ട് ആ വീട് വീണ്ടും പൊളിച്ചു പണിയേണ്ടതായിട്ട് വന്നു. ഇദ്ദേഹത്തോട് ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ താങ്കളോടൊരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, പാസ്റ്ററെ ഇത് ബിസിനസ്സാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നു, അധികം നാൾ ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശപിച്ചതൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം പ്രോഗ്രാം ഒന്നുമില്ലാതെ ഒരിടത്ത് കുത്തിയിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത്, ഇതാര് കാണുന്നുണ്ട്? ഞാൻ പറഞ്ഞോട്ടെ, നമ്മളെ ഒരാൾ എന്തെങ്കിലുമൊക്കെ കുറേ പറഞ്ഞു, ഞാനും തിരിച്ചു പറഞ്ഞു, അതോടുകൂടെ അതങ്ങ് ടാലിയായി കഴിഞ്ഞു. പക്ഷെ പറയാൻ ഒക്കാത്തവൻ എന്തു ചെയ്യും? ആ ഭാഗത്ത് തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഒരുവനോട് നീ കടം ചോദിച്ചപ്പോൾ അതിന് ഈടായിട്ട് അല്ലെങ്കിൽ നീ പുതപ്പ് ചോദിച്ചു. ഞാൻ പൈസ തരാം, പക്ഷെ നീ പൈസ തരുന്നത് വരെ നിൻ്റെ പുതപ്പ് എനിക്കിതാ. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ ആ ഭാഗത്ത് കാണാം. ഇയാൾ പറഞ്ഞു, ശരി എന്നാൽ നീ പുതപ്പ് കൊണ്ടുപോക്കോ, എനിക്ക് പൈസ തരാനില്ല, ഇന്ന് തരാനൊക്കത്തില്ല. ആ രാത്രിയിൽ ഈ മനുഷ്യൻ തണുപ്പത്ത് ചുരുണ്ടുകൂടി കിടക്കുക. ആ തണുപ്പത്ത് താൻ വിറയ്ക്കുമ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്, പൈസ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പുതപ്പ് എനിക്ക് കൊടുക്കേണ്ടി വരത്തില്ല. ഈ പുതപ്പില്ലാത്തതുകൊണ്ടല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ പുതപ്പ് കൊടുക്കേണ്ടി വന്നത്, പുതപ്പില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഈ തണുത്ത് വിറയ്ക്കേണ്ടി വന്നത് എന്ന് ഇവൻ മനസ്സിൽ പറഞ്ഞാൽ ഇത് ആർക്ക് ശാപമായി വരും? പുതപ്പ് കൈവശം വെച്ചവന്. പ്രമാണം കൊടുക്കുമ്പോൾ മോശയോട് ദൈവം പ്രത്യേകം പറയുന്നുണ്ട്,
നീ രാത്രിയിൽ അവൻ പൈസ തന്നാലും ഇല്ലെങ്കിലും അവൻ്റെ പുതപ്പ് നീ തിരിച്ചു കൊടുക്കുക, അവൻ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. അവൻ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ അവൻ പറയും, കർത്താവേ എന്നോട് കരുണ തോന്നി എൻ്റെ പുതപ്പ് തന്നല്ലോ, ദൈവമേ അവനെ അനുഗ്രഹിക്കണമെന്നൊരു വാക്ക് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് തിരിച്ചു പറവാൻ കഴിയത്തില്ലെങ്കിലും ഉള്ളത്തിൽ നീറുന്നു, എൻ്റെ പുതപ്പെടുത്ത് അവൻ ചുമ്മാ അത് മടക്കി അലമാരയിൽ വെച്ചിരിക്കുക, അതെനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് സുഖമായി ഉറങ്ങാമായിരുന്നല്ലോ എന്നൊരു ചിന്ത ഉള്ളിൽ വന്നാൽ അത് ശാപമായി മാറും. ദൈവമക്കൾ, ഞാൻ ഇടയ്ക്കൊന്ന് കയറി വന്നതാണ്, വേഗത്തിൽ ആ ഭാഗം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അനാഥനെയും വിധവയെയും പരദേശിയെയും ക്ലേശിപ്പിക്കരുത്. സഹായം അർഹിക്കുന്നവർ, തിരിച്ചു പറയാൻ കഴിവില്ലാത്തവർ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ, അവരെ ഉപദ്രവിച്ചാൽ അത് നമുക്ക് ശാപമായി മാറും. ദൈവത്തോട് പറ, കർത്താവേ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാമെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ എന്നെ സഹായിക്കണമേ. ഞാൻ മൂലം ഒരു വ്യക്തിയുടെ ഹൃദയം വേദനിക്കാൻ ഇടവരരുത്. കൃപ, ദൈവകൃപ. നമുക്ക് ദൈവത്തിന് ഇങ്ങനെയെന്ന് പറയാം, കർത്താവേ കഴിവുള്ളിടത്തോളം മറ്റുള്ളവരെ സഹായിപ്പാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് ഇഷ്ടനായിരിക്കാൻ എനിക്ക് കൃപ തരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കുമൊക്കെ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരണം. എൻ്റെ പ്രവൃത്തിയോ എൻ്റെ വാക്കോ ഒരാൾക്ക് വേദനയായാൽ അത് നാളുകളിൽ എനിക്ക് ശാപമായി വരാൻ സാധ്യതയുണ്ട്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഇനിയും ഈ പീഡിപ്പിച്ചവർക്ക് എന്ത് സംഭവിക്കും? 1-ാം അധ്യായത്തിൻ്റെ പുറപ്പാടിലേക്ക് തന്നെ വന്നാട്ടെ. 1-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. മതി, ആ ഭാഗം നമുക്കറിയാമല്ലോ. മിസ്രൈമിൽ വന്ന കൽപ്പനയാണ്. പീഡിപ്പിക്കുന്ന ആ പീഡകർ, ആ ചരിത്രമൊക്കെ അറിയാമല്ലോ. സൂതികർമ്മങ്ങളിൽ അയച്ചു, പക്ഷെ അവർ ചെല്ലുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾ ജനനം കഴിഞ്ഞു. അടുത്ത കൽപ്പന പട്ടാളക്കാർക്കാണ്, മിലിറ്ററിക്ക് കൊടുത്തേക്കുക. വീടുകളിൽ ചെല്ലണം, ജനിച്ചു വീഴുന്ന ആൺകുഞ്ഞാണെങ്കിൽ നൈൽ നദിയിലേക്ക് വലിച്ചെറിയുക, പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ രക്ഷിക്കുക. അങ്ങനെയെങ്കിൽ അന്ന് പറന്നു വീണ എത്രയോ ആൺകുഞ്ഞുങ്ങൾ നൈൽ നദിയിൽ പോയി. ആ അമ്മയുടെ കരത്തിൽ നിന്നും പിടിച്ചു വലിച്ചുകൊണ്ട് ഈ ക്രൂരന്മാരായ പട്ടാളക്കാർ ഈ കുഞ്ഞുങ്ങളെ വന്ന് നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ, നമുക്കറിയാം ആഫ്രിക്കൻ വനാന്തരത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് നൈൽ നദി. വലിയ ആ ചരിത്രം പറയുന്നത് അതിനകത്ത് തിമിംഗലങ്ങളുണ്ട്, മാത്രമല്ല മുതലകളുണ്ട്, ചീങ്കണ്ണികളുണ്ട്. വലിയ നദിയാണ്. സമുദ്രം പോലെ തന്നെ വലിപ്പമുള്ളതായ ഈ നദിയിൽ ഒത്തിരി വേണ്ടാത്ത ജീവികളുണ്ട്. താഴെ എത്തും മുമ്പ് വിഴുങ്ങിക്കളയാൻ പറ്റിയ ജീവികളൊക്കെ ഇതിനകത്തുണ്ട്. എത്രയെത്ര മാതാക്കളുടെ കയ്യിൽ നിന്നാണ് ആൺകുഞ്ഞുങ്ങളെ പിടിച്ചു പറിച്ചുകൊണ്ട് ഈ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞത്. ഈ മാതാക്കൾക്ക് എന്താ ചെയ്യാൻ പറ്റും? അവർ നിസ്സഹായരാ. അവർ നെഞ്ചത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങൾ അടിമകളായതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ ഗതി വന്നത്. പീഡിപ്പിച്ചവർക്ക് എന്തോ സംഭവിച്ചു. 15-ാം അധ്യായം ഒന്ന് എടുക്കാമോ? അറിയാമെങ്കിൽ ഒന്ന് വായിച്ച് കേട്ടേക്കാം. 15-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒന്ന് വായിച്ചേ. കുതിരയെയും അതിന്മേലിരുന്നവനെയും ഞാൻ കടലിൽ. 4-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? മതി. ദൈവമക്കൾ, വളരെ ഗൗരവത്തോടെ ആ ഭാഗം പറഞ്ഞ് എൻ്റെ വാക്കിവിടെ അവസാനിപ്പിച്ചോട്ടെ. ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചവർ കുതിരപ്പുറത്ത് ആ പട്ടാളക്കാൾ വരുമ്പോൾ, ദൂരെ നിന്ന് കുതിര കുളമ്പടി കേൾക്കുമ്പോൾ മാതാക്കൾ നെഞ്ചിടിപ്പോടെ കരയുകയാണ്, എൻ്റെ കുഞ്ഞ് പോയി. അവർ പ്രതീക്ഷിച്ചതുപോലെ ആ വീട്ടിലേക്ക്, അടിമ കോളനിയിലേക്ക് കടന്നു വന്ന കുടിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ മാതാക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ അവർ നിലവിളിക്കുന്നു. നിലവിളി നേരെ സ്വർഗത്തിലെത്തി. കാലം മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ. അങ്ങനെയെങ്കിൽ ശിക്ഷ വന്നോ? പീഡിപ്പിച്ചവർക്ക് ദൈവം ശിക്ഷ കൊടുത്തു. കുതിരയെയും അതിലിരുന്നവനെയും, കുതിരപ്പുറത്ത് കയറി വന്ന കുഞ്ഞുങ്ങളെ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞവന്, ആ കുതിരയെയും കുതിരപ്പുറത്തിരുന്നവനെയും ചെങ്കടലിന്റെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടതാണ് നമ്മുടെ ദൈവം. കൃപ, ദൈവകൃപ. അങ്ങനെയൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞതിൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പീഡ അനുഭവിക്കുമ്പോൾ നമ്മൾ ഇത്ര മാത്രം ഒന്ന് പറ, കർത്താവേ അങ്ങ് ഒരഭയസ്ഥാനമാണ്.
ലോകപ്രകാരം എനിക്ക് ചെന്ന് ആരോടും പറവാനില്ല. എനിക്ക് സ്വാധീനമില്ല, രാഷ്ട്രീയ പിടിപാടില്ല, എനിക്ക് സാമ്പത്തികമില്ല, എനിക്ക് ലോകത്തിൽ പറയത്തക്ക പലതും ഇല്ല എങ്കിലും നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. സഭാപ്രസംഗിൽ ഇപ്രകാരം ഒരു വാചകം പറയുന്നുണ്ട്: ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും വാഴുന്നു. ഉന്നതന്മാർ ഈ ലോകത്ത് പലതും നടത്തുമ്പോൾ, നീതി മാറ്റിവെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് നടത്തുമ്പോൾ തിരിച്ചറിയണം, അവർക്ക് മീതെ ഒരു അത്യുന്നതനുണ്ട്. അത്യുന്നതനുമായിട്ട് പരിചയമുണ്ടോ? നീ അത്യുന്നതനോട് കാര്യം പറയാമോ? അത്യുന്നതൻ നിനക്കൊരു അഭയസ്ഥാനമാ. കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെയാ. എന്റെ ദൈവം എന്നെ സഹായിപ്പാൻ മതിയായവനാ. നമുക്ക് ആ ദൈവകാരം കൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം: കർത്താവേ, പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെയാണ്. എൻ്റെ ദൈവം എൻ്റെ കഷ്ടകാലത്ത് എനിക്ക് അഭയസ്ഥാനമാണ്. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുക. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും മേഖലകളിൽ ഞാൻ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ഇത് രണ്ട് ഭാഗവും ഒന്ന് ചിന്തിച്ചോണം. ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തത് കൊണ്ടാണോ എങ്കിൽ കർത്താവെ, വചനം അനുസരിക്കാനുള്ള കൃപ എനിക്ക് തരണം. എല്ലാം അങ്ങനെ ആകണമെന്നില്ല. എന്നാൽ ഭക്തിയുള്ളവർക്ക്, ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഗ്ദത്തമുള്ളവർക്ക് കഷ്ടതയുണ്ട്. ഈ രണ്ടാം ഗ്രൂപ്പിലാണ് ഞാൻ പെടുന്നതെങ്കിൽ ഞാൻ ധൈര്യത്തോടെ പറയണം, എൻ്റെ കർത്താവ് എനിക്കൊരു അഭയസ്ഥാനമാണ്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയുന്നു: പീഡിതന് അവനൊരു അഭയസ്ഥാനം. കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. ഞാൻ വേദന അനുഭവിക്കുമ്പോൾ എൻ്റെ വേദന കേൾക്കുവാൻ, എൻ്റെ കണ്ണുനീർ കാണുവാൻ, എൻ്റെ കരച്ചിൽ കേൾക്കുവാൻ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. 430 വർഷം ആ ജനം ഇസ്രായേലിൽ കഷ്ടത അനുഭവിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്: മക്കളെ, ഞാനിത് കേട്ടു, ഇനിയും ഞാൻ കണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ ഇറങ്ങി വരിക നിന്നെ അവിടെ വന്ന് വിടുവിക്കാനാണ്. കൃപ, ദൈവകൃപ. തീർന്നില്ല, ഒരു വാക്കൂടെ കടന്നു പറഞ്ഞോട്ടെ. അവിടുന്ന് ഇറങ്ങി വന്ന് നിന്റെ കഷ്ടത കണ്ടേച്ച് മടങ്ങിപ്പോകാൻ വരുന്ന ദൈവമല്ല നിന്റെ ദൈവം. പകരം ആ കർത്താവ് പറയുകയാണ്: പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇന്ന് പകൽ ഉറപ്പോടെ ധൈര്യത്തോടെ വിളിച്ചു പറ: എന്റെ കഷ്ടത കാണുന്ന ദൈവം എന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് ബൈ പറഞ്ഞു പോകുന്ന ദൈവമല്ല. എന്നെ സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ട ദൈവവും കൽപ്പിച്ചു കൊടുത്താട്ടെ. കഷ്ടത വരും തോറും ആത്മീയത്തിൽ ഞാൻ വർദ്ധിച്ച് പെരുകണം. ഇസ്രായേലിൽ ജനം പീഡിപ്പിക്കും തോറും വർദ്ധിച്ചെങ്കിൽ കർത്താവേ, ചില മാനസിക സംഘർഷങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഭൗതിക ഞെരുക്കങ്ങൾ എന്തു തന്നെയായിരുന്നാലും എന്നെ മുന്നോട്ട് വിടാതെ എൻ്റെ സ്വസ്ഥത കെടുത്തുന്ന ചില പീഡയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ വർദ്ധിച്ചു പെരുകാനുള്ള കൃപ എനിക്ക് തരണമേ. യെസ്, ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാമോ? വർദ്ധനവ് ദൈവം തരും. എൻ്റെ കർത്താവ് ഇറങ്ങി വരും, എന്നെ സഹായിക്കും. എന്നെ പീഡിപ്പിച്ചവരെ ദൈവം തള്ളിയിടും. ദൈവത്തിന്റെ നാമം എന്നിലൂടെ മഹത്വപ്പെടുവാൻ കർത്താവ് ഇടയാക്കും. നമുക്ക് അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ എന്നൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവിടെ വിരാമം കൊടുക്കുന്നു. കർത്താവ് അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.